ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗുരുഭ്യോ നമ. വന്ദേ ഗുരുപരമ്പരാം. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹര ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അയോധ്യാകാന്ഡമാണ്. ഇവിടെ ബാലകാന്ഡത്തില് രാമകഥകളെ പറഞ്ഞു വന്നപ്പോ സീതാസ്വയംവരം വരെയാണ് ബാലകാന്ഡം പറഞ്ഞു നിർത്തിയത്. അവിടെ പറഞ്ഞു 12 കൊല്ലക്കാലം ശ്രീരാമദേവൻ സീതാദേവിയോടൊന്നിച്ച് അയോധ്യയില് സുഖമായി വാണു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇത് പറഞ്ഞു നിർത്തിയോട് കൂടിയിട്ട് പാർവതീദേവി ശ്രീപരമേശ്വരനോട് പറഞ്ഞു, മഹാദേവ, അങ്ങ് ഈ രാമകഥകളെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോണ്ടല്ലോ അത്രയും ആനന്ദമാണ് എനിക്ക് ഉണ്ടാവണത്. ഈ സൂര്യവംശത്തില് ജനിച്ചിട്ടുള്ള ജഗന്നാഥനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രന്റെ കഥകള് എത്ര രാത്രിയും പകലും കേട്ടാലും കേട്ടാലും ജീവിതാവസാനം വരെ കേട്ടാലും മതിയാവില്ല. ഈ കഥ കേട്ട് ആനന്ദിക്കാൻ കഴിയുന്നിടത്തോളം കാലം എനിക്ക് മോക്ഷം പോലും വേണമെന്നില്ല. കാരണം ഏതൊരു ഭക്തരും പറയാ ഭഗവാനോട് അതാണ്, ശരിക്കുള്ള ഭക്തന്മാര് ഭഗവാനോട് പറയുക അതാണ്, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ നാമം ജപിച്ച് അങ്ങയുടെ കഥകളെ മാത്രം കേട്ട് കേട്ട് ഇരുന്നാ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നാ പറയണേ. അപ്പോൾ ഒരു ഉത്തമയായിട്ടുള്ള ഭക്തയായിട്ടാണ് പാർവതീദേവിയെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് കേട്ടതോട് കൂടിയിട്ട് മഹാദേവന് വളരെ സന്തോഷമായി. മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ കേട്ടോളൂ, ബാക്കി കഥയും കൂടിയും കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രന്റെ കഥ പറയുകയാണ്. ഒരു ദിവസം രാമൻ സീതാദേവിയോടൊത്തിട്ട് ആ അന്തഃപുരത്തില് ഇരിക്കുകയായിരുന്നു. അയോധ്യയില് സർവാഭരണ വിഭൂഷിതനായിക്കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് സുന്ദരിയായിട്ടുള്ള ആ സീതയോടുകൂടി സന്തോഷമായിട്ട് ഇരിക്കണ നേരത്ത് അവിടെ മഹാമുനിയായിട്ടുള്ള ദേവർഷിയായിട്ടുള്ള നാരദൻ അവിടെ വരികയാണ്. നാരദൻ വന്നു കഴിഞ്ഞപ്പോ ശ്രീരാമദേവൻ വേഗം സീതാദേവിയോടൊന്നിച്ച് ഓടിച്ചെന്നു. ആ ദേവർഷിയെ സ്വാഗതം ചെയ്തു, കൊണ്ടുവന്ന് ഇരുത്തി സിംഹാസനത്തില്. എന്നിട്ട് വേണ്ടതായിട്ടുള്ള പൂജകളെല്ലാം ചെയ്തു. പൂജകളെല്ലാം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് ആ നാരദ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് ഇവിടെ എന്താണ് ഇപ്പൊ വരാൻ? വളരെ സന്തോഷായി അങ്ങേ കണ്ടപ്പോ. എൻ്റെ ഈ രാജ്യവും ഈ കൊട്ടാരവും ഞങ്ങൾ ഈ പ്രജകളും എല്ലാവരും അത്രയും പുണ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് അങ്ങയെ പോലുള്ളവർക്ക് ഇവിടെ വരാൻ തോന്നുന്നത്. അങ്ങയുടെ ഈ പാദങ്ങള് ഈ ഭൂമിയില് സ്പർശിച്ചപ്പോൾ തന്നെ അത്രയും പവിത്രമായി തീർന്നു. പണ്ടെങ്ങോ ഞാൻ എന്തോ ഒരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ടാവാം ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് വന്നത്. അങ്ങ് ബ്രഹ്മാവിന്റെ പുത്രനല്ലേ? അങ്ങയുടെ ഈ ഒരു വരവോട് കൂടിയിട്ട് എൻ്റെ വംശവും ഈ രാജ്യവും എല്ലാം പരിശുദ്ധമായി. മഹർഷേ, എന്താണ് ഞാൻ അങ്ങേക്കായിട്ട് ചെയ്തു തരേണ്ടത്? ഞാന് ഒരു സാധാരണ മനുഷ്യനാണ്.
എൻ്റെ എത്രത്തോളം ഒരു മടിയനാണ് എങ്കിലും ആ ഒരു എന്താ പറയാ, എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, എന്നാലും അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടെങ്കിൽ അങ്ങ് പറയുന്ന കാര്യം ചെയ്തു തരാൻ എനിക്ക് സാധിക്കും. അങ്ങ് പറയൂ. ഇത് കേട്ടതോട് കൂടിയിട്ട് നാരദ മഹർഷി വേഗം എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ആരാണ് എന്ന് എനിക്കറിയാം. അങ്ങയുടെ ഇത്തരം ഒരു സംസാരം വളരെ സരസമായിട്ട് പറയുന്നത് എന്തിനാ? ഇങ്ങനെ ഏതൊരാൾക്കും മോഹം ഉണ്ടാക്കണ തരത്തിലുള്ള ഈ വാക്കുകൊണ്ട് അങ്ങ് എന്നെ മോഹിപ്പിക്കണ്ട. പക്ഷെ ലൗകികമായിട്ടുള്ള ഈ ഒരു ജീവിതത്തില് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യർക്ക് ഇത് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ പറയേണ്ടിയും വരും. പക്ഷെ ഭഗവാനെ, അങ്ങ് ആരാ? അങ്ങ് പറഞ്ഞത് സത്യമാണ്, ഞാനൊരു സംസാരിയാണ് എന്ന് പറഞ്ഞില്ലേ? അത് വളരെ സത്യ. കാരണം എന്താ? ഈ 3 ലോകത്തിനും ഗൃഹനാഥൻ അങ്ങ് തന്നെയാണ്, അല്ലേ? അങ്ങയിൽ നിന്ന് ഉണ്ടായത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ ഈ ലോകസ്ഥിതിക്ക് കാരണമായിട്ടുള്ള ഈ സർവമാതാവായിട്ടുള്ള മായാഭഗവതിയിൽ നിന്നാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാം. അതുകൊണ്ട് അങ്ങ് ലോകനാഥനാണ്, ഒരു ഗൃഹസ്ഥനാണ്. മാത്രല്ല ഇനിയുണ്ട് പറയാൻ. ഈ 14 ലോകവും അവിടുത്തെ ഭവനാണ്. ആ നിലയ്ക്കും അവിടുന്ന് തന്നെയാണ് ഗൃഹസ്ഥൻ. പിന്നെ അങ്ങയുടെ മായയിൽ നിന്നാണ് ഈ സർവചരാചരങ്ങളും ജനിക്കുന്നത്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാം അവിടുത്തെ മായയിൽ നിന്നുണ്ടാവുന്നതാണ്. ഇവിടെ കാണുന്നതായിട്ടുള്ള സത്വ രജ തമോ ഗുണങ്ങള്, ഈ നിറഭേദങ്ങളെല്ലാം, ഈ നിറഭേദങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഒരു മായ ആണ് അവിടുത്തെ ഭാര്യയാകുന്ന ഈ സീതാദേവി. ആരാണോ എന്താണോ ഇവിടെ ഓരോന്നും നിലനിൽക്കുന്നത്, അതെവിടെ നിന്നാണോ വന്നത്, എല്ലാം ഈ മായയെ ആശ്രയിച്ചുകൊണ്ടാണ്, ഈ മായയിൽ നിന്നാണ്. മായയിൽ നിൽക്കുമ്പോ പുത്രന്മാര്, ഒരു ഗൃഹസ്ഥനാവുമ്പോ അതെല്ലാം ഉണ്ടാവില്ലേ? പുത്രന്മാര്, ഭാര്യ, സമ്പത്ത്, മിത്രങ്ങള്, അങ്ങനെ എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വലിയൊരു വീടിന് ഗൃഹസ്ഥനാണ് അവിടുന്ന്. മഹാവിഷ്ണു അവിടുന്നാണെങ്കിൽ ലക്ഷ്മി ഭഗവതി സീതാദേവിയാണ്. മഹാദേവൻ അവിടുന്നാണെങ്കിൽ പാർവതീദേവി സീതാദേവിയാണ്. ബ്രഹ്മാവ് അവിടുന്നാണെങ്കിൽ സരസ്വതി ദേവി അവിടുന്നാണ്. അങ്ങനെ ഇവിടെ കാണുന്നതായിട്ടുള്ള എന്തൊക്കെ പുല്ലിംഗങ്ങളായിട്ടുള്ളതുണ്ടോ അതെല്ലാം അവിടുന്നും, സ്ത്രീലിംഗങ്ങളായിട്ട് എന്തെല്ലാമൊക്കെ ഉണ്ടോ അതെല്ലാം സീതാദേവിയുമാണ്. അതെനിക്കറിയാം ഭഗവാനെ. ഇവിടെ അതല്ലാതെ ഈ പ്രപഞ്ചത്തില് മറ്റൊന്ന് ഇല്ല. അത് വളരെ വ്യക്തമായിട്ട് അടിയനറിയാം. ഈ മായയിൽ നിന്നാണ്, മായയാൽ മറയ്ക്കപ്പെട്ടിട്ട് എന്തുണ്ടായി? ഈ സൃഷ്ടിയെ പറ്റി പറയാണ് പിന്നെ നാരദ മഹർഷി. മായയാൽ മറയ്ക്കപ്പെട്ടിട്ട് മഹൽ തത്വമുണ്ടായി, അതിൽ നിന്ന്
സൂത്രം ആവിർഭവിച്ചു എന്ന് പറഞ്ഞു. സൂത്രം എന്നാൽ അഹങ്കാര തത്വം. സൂത്രത്തിന് ഒരു നൂല് എന്നും അർത്ഥം പറയാം, ചരട് എന്നൊക്കെ പറയാം. എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എന്തിൻ്റെ എല്ലാം ഉള്ളിൽ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടുണ്ടോ അതെല്ലാം അവിടുന്നാണ്. അതിൽ നിന്ന് ലിംഗമുണ്ടായി എന്ന് പറഞ്ഞു. ലിംഗമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് ഒരു രൂപമുണ്ടായി, ഒരു വ്യക്തതയുണ്ടായി. ആ രൂപം അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണങ്ങള്, ഇന്ദ്രിയ സമൂഹങ്ങള് അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതിന് ജനന മരണങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്. അതിനെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടും കാരണബോധമായിട്ടും എല്ലാം ചിത്തിനെ 3 ഉപാധികളാക്കിയിട്ട് പറയുന്നുണ്ട്. ഈ ഉപാധികളിൽ നിന്ന് വേർപെട്ട് വിശേഷിപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ജീവൻ. എന്നാൽ സകല പ്രപഞ്ചത്തിനും ബിംബമായിട്ട് എല്ലാറ്റിനും മീതെ സാക്ഷിയായി വർത്തിക്കുന്നത് എന്തോ അതാണ് അവിടുന്ന്. ഈ നിന്നിൽ നിന്നുണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ ലോകങ്ങളെല്ലാം നിന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, നിന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ആലോചിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം അങ്ങയുടെ ലീലകളാണ്, ഒരു വിനോദമാണ്. കുട്ടികള് മണൽ കൂമ്പാരങ്ങൾ കൊണ്ട് മണൽ കൊണ്ട് പല പല രൂപങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അവർക്കത് മടുത്തു കഴിഞ്ഞാൽ അവരത് തട്ടിക്കളയും ചെയ്യും. അതുപോലെയാണ് ഭഗവാൻ. ഇത് ഭഗവാൻ തന്നിൽ നിന്ന് എന്തെല്ലാമൊക്കെയോ ഉണ്ടാക്കുന്നു, പല രൂപങ്ങള്, പല നാമങ്ങള്, പലതും ഉണ്ടാക്കുന്നു. അതിലെല്ലാം ഇരുന്നു കൊണ്ട് അദ്ദേഹം തന്നെ ആനന്ദിക്കുന്നു. എല്ലാം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അതുപോലെ പറയുന്നതാണ് മറ്റൊന്ന്, കയറ് കണ്ടിട്ട് പാമ്പായി തോന്നുന്നത്. സത്യത്തിൽ ഈ കയറ് എന്ന് പറയുമ്പോൾ, ഇരുട്ടത്ത് വരുമ്പോ നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു കയറ്, ഒരു വള്ളിയോ കണ്ടു കഴിഞ്ഞാൽ അത് പാമ്പാണോ എന്ന് തോന്നിപ്പോവും. അത് നമ്മളുടെ ഉള്ളിലെ അജ്ഞാനമാണ്. എന്നാൽ സത്യത്തിൽ അവിടെ പാമ്പുണ്ടോ? ഒരു വെളിച്ചം കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് മനസ്സിലാവും. ഈ ഉള്ളിൽ ഉണ്ടാവണ ഭയം, ഇത് തന്നെയാണ് മരണദുഃഖമായിട്ട് മാറുന്നതും. ജന്മഭയവും മരണദുഃഖവും എല്ലാം യഥാർത്ഥത്തില് ഈ പരമാത്മാവ് തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. എങ്ങനെയത്? രാമ, അവിടുത്തെ നാമം ജപിച്ചാൽ, ഭഗവത് നാമം ജപിച്ചാൽ, ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ടേയിരുന്നാൽ അവിടുത്തെ പാദങ്ങളില് ഭക്തി ഉണ്ടാവും. ആ പാദങ്ങളെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മറ്റൊന്നും അറിയില്ല. മറ്റെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. ആ വിട്ടുപോകുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഞാൻ എന്ന ഭാവവും എൻ്റേതെന്ന ഭാവവും ഭയവും എന്തൊക്കെയുണ്ടോ എല്ലാം വിട്ടൊഴിഞ്ഞ് ശുദ്ധമായിക്കൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളില് എപ്പോഴും ഇരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മോക്ഷവും ലഭിക്കും. അത് ഉറപ്പാണ്, അത് ഉറപ്പാണ് ഭഗവാനെ. അവിടുത്തെ നാമത്തിൻ്റെ മാഹാത്മ്യം, അവിടുത്തെ കഥകളുടെ മാഹാത്മ്യം അത്രയ്ക്കുണ്ട്.
ഭഗവാനെ, അവിടുത്തെ ഭക്തന്മാരുടെ ഇങ്ങനെ അവിടുത്തെ പാദങ്ങളെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭക്തന്മാരുടെ ഭൃത്യനായിട്ട് എത്രയോ ഭൃത്യന്മാരുടെ അവിടുത്തെ ഭക്തന്മാരുടെയൊക്കെ പാദസേവ ചെയ്യുന്ന എത്രയോ ഭൃത്യന്മാരുടെ പിന്നിലായിട്ട് അവിടുന്ന് എന്നെ പരിഗണിക്കണം. മായ കൊണ്ട് എന്നെ മോഹിപ്പിക്കരുതേ ഭഗവാനെ, എപ്പോഴും അനുഗ്രഹിക്കണേ ഭഗവാനെ. പിന്നെ നാരദ മഹർഷി കുറച്ചൊന്ന് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം കൂടിയും പറയുകയാണ്. ഭഗവാനെ, അവിടുന്ന് നിന്ന് ഉണ്ടായതാണ്, അവിടുത്തെ നാഭീകമലത്തിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് എൻ്റെ പിതാമഹനാണ്. അങ്ങനെയും കൂടി ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് എന്നെ, ഞാനൊരു കുട്ടിയാണ്, ഒന്നും അറിയില്ല, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി ശ്രീരാമദേവന്റെ മുൻപിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. ആ കണ്ണിൽ നിന്ന് ഉതിർന്ന് വീണിട്ടുള്ള ആ കണ്ണുനീരുകൊണ്ട് നാരദമുനി പിന്നെയും പറഞ്ഞു, ഭഗവാനെ, ഞാൻ ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങ് രാവണനെ വധിച്ച് ലോകങ്ങളെയൊക്കെ രക്ഷിക്കാമെന്ന് ദേവന്മാരോട് അരുളി ചെയ്തതിന് ശേഷമാണ് മനുഷ്യനായിട്ട് ഇവിടെ ദശരഥപുത്രനായിട്ട് അവതരിച്ചിട്ടുള്ളത്. എങ്കിലും ദശരഥ മഹാരാജാവ് അങ്ങയെ യുവരാജാവായിട്ട് അഭിഷേകം നടത്താനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങ് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ അനുകൂലിക്കും. അതോടെ എന്താ ഉണ്ടാവുക? ഈ രാവണവധം ഉണ്ടാവില്ല. വാക്ക് പാലിക്കണം എന്ന് വേഗം ചെന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങ് സത്യസന്ധനാണ്, അതെനിക്കറിയാം. എങ്കിലും മനുഷ്യജന്മം സ്വീകരിച്ചത് കൊണ്ട് മുൻപുള്ള കാര്യങ്ങൾ മറന്നുപോയേക്കാം. നാരദ മഹർഷി ഇത് നമ്മൾക്കും കൂടി പറഞ്ഞു തരണതാണ്. നമുക്കും മുൻ ജന്മങ്ങളിൽ എന്താണ് എന്ന് നമുക്കറിയോ? വേണ്ട, ഈ ജന്മത്തെ അറിയോ? നമ്മൾ ജനിച്ചത് മുതൽ ഇവിടെ വരെ എത്തി. സത്യത്തിൽ നമുക്ക് ഇത്രയും കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ചില കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റും എന്നല്ലാതെ എല്ലാം ഒന്നും നമുക്ക് ഓർമ്മയില്ല. അത് മായയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മള്. അതുകൊണ്ടല്ലേ നമ്മള് പല കാര്യങ്ങളും ഓർമ്മിക്കണില്ല, പലരെയും നമ്മൾ മറന്നു പോണു, എന്തെല്ലാം വരുന്നു നമുക്ക്. അപ്പോ അതൊരു മനുഷ്യന്റെ പ്രകൃതാണത്. അതാണ് നാരദ മഹർഷി ഇവിടെ എടുത്തു പറഞ്ഞത്. അങ്ങ് ഇപ്പോ മനുഷ്യാവതാരത്തിലാണല്ലോ വന്നിരിക്കണത്, അതുകൊണ്ടാണ് കേട്ടോ വന്ന് പറയണം എന്ന് പറഞ്ഞത്. അല്ലാതെ അങ്ങ് സത്യസന്ധനല്ലാഞ്ഞിട്ടല്ല. ഇത് കേട്ടതോട് കൂടിയിട്ട് ശ്രീരാമദേവൻ മറുപടി പറഞ്ഞു, ഞാൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കില്ല മഹർഷേ. അത് കരുതിയിട്ട് ഒരാളും വിഷമിക്കണ്ട, ചെന്ന് പറഞ്ഞോളൂ. ദേവന്മാരോടോ ബ്രഹ്മാവിനോടോ ആരോട് വേണമെങ്കിൽ പോയി പറഞ്ഞോളൂ, ഞാൻ ഒരിക്കലും സത്യത്തിനെ ലംഘിക്കില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു കാലതാമസം എന്ന് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ സമയം വൈകിക്കൊണ്ടിരിക്കണത് എന്നല്ലേ? എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ഒരു കാലഗണന എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ക്ഷമയോട് കൂടിയിട്ട് നമ്മള് എന്തിനേയും കാത്തിരുന്ന് കഴിഞ്ഞാൽ വേണ്ട സമയത്ത് വേണ്ട കാര്യം വേണ്ടതുപോലെ നടക്കും. വേണ്ട സമയത്ത് വേണ്ട കാര്യം
വേണ്ടതുപോലെ നടക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിക്കൊള്ളണമെന്നില്ല, ഭഗവാൻ ഇച്ഛിക്കുന്നതെന്തോ അത് എപ്പോഴായാലും നമ്മളുടെ ഹിതത്തിനായിട്ടേ വരുള്ളൂ. നമ്മൾക്ക് നല്ലതേ വരുള്ളൂ. നല്ലതല്ലാത്തതൊന്നും ഭഗവാൻ നമുക്ക് തരില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും ചിലപ്പോൾ നമ്മൾക്ക് നന്നായിക്കൊള്ളണം എന്നില്ല, അങ്ങനെയുള്ളത് ഭഗവാൻ തരില്ല. എന്നാൽ ഭഗവാനെ അവിടുത്തെ ഇച്ഛയാണ്, ഞാൻ അവിടുത്തെ പാദങ്ങളിൽ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്, എല്ലാം അവിടുന്നാണ് എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അതാണ് പറയണത്, എല്ലാറ്റിനും ക്ഷമയോടുകൂടി ഇരിക്കുക. കാലതാമസം വരുന്നത് അതിൻ്റെ സമയമാവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞു. അങ്ങനെ ചെയ്താൽ സമയമാവുമ്പോൾ അത് ചെയ്താൽ മാത്രമേ, സമയമെടുത്ത് അത് കണ്ടറിഞ്ഞ് ചെയ്താൽ മാത്രമേ അതിന് വേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാവാം. ഈ ശ്രീപരമേശ്വരൻ കാലസ്വരൂപനല്ലേ? പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം ഒടുങ്ങുമ്പോൾ മാത്രമേ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. മനുഷ്യനായിട്ടുള്ളവരുടെ ഈ പ്രയത്നം വെറും കാരണം മാത്രമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയണത്. നമ്മള് മുജ്ജന്മങ്ങളില് എത്ര ജന്മം എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. മുജ്ജന്മങ്ങളില് നമ്മൾ എന്തെല്ലാമൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുണ്യവും പാപവും ഈ ജന്മത്തിലേക്കും വരും. അതിലെ എല്ലാ കടങ്ങളും വീട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. നമ്മള് മനുഷ്യര് നിരീക്കും നമ്മുടെ പ്രയത്നം കൊണ്ടാണ്, അല്ല, നമ്മൾ വെറും ഒരു നിമിത്തം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ് എന്തും. അങ്ങനെ ഞാന് നാളെ തന്നെ വനത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഉറപ്പാണ്. ഇത് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. പിന്നീട് ഞാൻ 14 വർഷം വനത്തില് മുനിവേഷം ധരിച്ച് വനവാസം അനുഷ്ഠിക്കും. അങ്ങനെ രാവണനെയും രാക്ഷസ വംശത്തെയും ഒക്കെ ഇല്ലാതാക്കും. ഇതിനൊക്കെ സീതയെ കാരണമാക്കിക്കൊണ്ടാണ് ഞാൻ രാക്ഷസ വംശത്തിനെ ഇല്ലാതാക്കുക. ഇത് സത്യമാണ്, ബ്രഹ്മദേവനോട് പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷിയെ അവിടെ നിന്നും പറഞ്ഞയച്ചു. യാത്രാനുമതി നൽകി ദേവലോകത്തേക്ക് തന്നെ നാരദ മഹർഷി പോയി. ഈ ഒരു നാരദ രാഘവ സംവാദം വളരെ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ വായിക്കുകയെ കേൾക്കുകയെ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നാരദ മഹർഷി പറഞ്ഞിട്ടുള്ളതായാലും ശ്രീരാമദേവൻ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളതായാലും വേണ്ട പോലെ മനനം ചെയ്യുകയോ ചെയ്യുന്നവന് മോക്ഷം ലഭിക്കും എന്നുള്ള കാര്യത്തില് ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകരണം ഇവിടെ സമർപ്പിക്കുന്നത്. ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ.